ಈ ದಿವಸ ಕೇರಳದ ತ್ರಿಶೂರ್ನವರು ಕಲಾಮಂಡಲ್ ವಿದ್ಯಾರ್ಥಿಯವರು ಮಂಡಲಂನಲ್ಲಿ ಕಲಿತವರು ಈಗ ಗುರುವಾಯೂರಿನ ವಾದ್ಯ ವಿದ್ಯಾಪೀಠದಲ್ಲಿ ಅಧ್ಯಾಪಕರಾಗಿ ಕೆಲಸ ಮಾಡ್ತಾಯಿದ್ದಾರೆ. ಕಲಾಮಂಡಲ್ ರತೀಶ್ ನಮ್ಮ ಜೊತೆಗಿದ್ದಾರೆ. ಈ ದಿವಸ ಇಲ್ಲಿ ಉಬ್ಬರಂಗಳ ಕ್ಷೇತ್ರದಲ್ಲಿ ಅದ್ಭುತವಾದ ಒಂದು ಕಲಾ ನೈಪುಣ್ಯತೆಯನ್ನು ನಿಮಗೆಲ್ಲ ತೋರಿಸಿದ್ದಾರೆ. ಇವತ್ತಿನ ಈ ಒಂದು ಚೆಂಡೆ ವಾದನ, ನಾವು ಚೆಂಡೆ ವಾದನ ಅಂತ ಹೇಳ್ತೇವೆ, ಆದರೆ ಅದರ ಬಗ್ಗೆ നിജവാದ മാഹിതിಯನ್ನು അവരുടെ ഹತ್ರ കേൾಬೇಕು. സർ, ഇന്നത്തെ ഈ പരിപാടിയുടെ ചെറിയൊരു ബ്രീഫ് ഡീറ്റെയിൽസ് എങ്ങനെയത് ഞമ്മ കണ്ടത് മാത്രം. അപ്പോൾ അതിൻ്റെ വിവരം ശാസ്ത്രം ഞമ്മക്കറിയില്ല. അപ്പോൾ എന്തെന്ന് ഇപ്പം നമ്മളിവിടെ ചെയ്തത് പഞ്ചാരി മേളാണ്. ഈ പഞ്ചാരി മേളം എന്ന് പറഞ്ഞാൽ 5 സ്റ്റെപ്പാണ്, 5 കാലങ്ങളാണ്. ഇപ്പം നമ്മളിവിടെ ചെയ്ത് ടൈം കുറവായതുകൊണ്ട് 3 കാലമാണ്. പഞ്ചാരി 3, 4, 5, 3, 4, 5 ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അടുത്ത പൂജയ്ക്ക് നമുക്ക് ചെയ്യുന്നത് പാണ്ടിമേളമാണ്. നെക്സ്റ്റ് മേളം പാണ്ടിമേളം. 5 കാലത്തിൽ അല്ല, അത് സെപ്പറേറ്റ് മേളം. പഞ്ചാരി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന മേളം പാണ്ടിമേളം. എലിഞ്ഞിത്തറ തൃശ്ശൂർ പൂരത്തിന്റെ മേളാണ് പാണ്ടിമേളം എന്നാണ് പറയുക. അങ്ങനെയാണ് ഇതിന്റെ ഇപ്പൊ നമുക്ക് ഇവിടെയും ആവശ്യപ്പെട്ടിട്ടുള്ളതും നമ്മൾ ചെയ്യാൻ വന്നിട്ടുള്ളതും. അതെ അതെ, ഇത് ആദ്യമായിട്ട് ഇപ്പൊ പന്തള രാജാവാർ വന്ന പാടെ നിങ്ങൾ ചെയ്തതാണ്. അപ്പൊ നമ്മളോട് അവർ പറഞ്ഞു രാജാവ് വരുമ്പോ ഒരു സ്വാഗതത്തിന് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്താണ് പഞ്ചാരി. ഒരു 3 കാലം. അതിലേതല്ലേ താളങ്ങൾ, ഇത് സാധാരണങ്ങളുണ്ട് പഞ്ചാരി? അതിൽ നമ്മൾ 5 വാദ്യങ്ങൾ തന്നെയാണ്. 5 വാദ്യം ഏതല്ല? എടന്തല, വലന്തല, ഇലത്താളം, കൊമ്പ്, കുഴല്. ഇത്ര 5 വാദ്യങ്ങളാണ്. 5 വാദ്യങ്ങളുണ്ട്. അടുത്തതിലെ 7 വാദ്യങ്ങളുണ്ട്. ഇല്ല, അടുത്തത് ഈ മേളത്തിന് ആകെ 5 വാദ്യങ്ങൾ തന്നെയാണ്. ശരി ശരി. പരിപാടി ചെയ്തു. ഇനി എന്തെല്ലാം എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യുന്നു നിങ്ങൾ? എങ്ങനെ നമുക്ക് ഇപ്പം നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ കേരളീയ കലകൾക്ക് മറ്റുള്ളതുപോലെ റിഹേഴ്സലോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം തന്നെയാണ്. നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്ന് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത് നമ്മൾ അതേപോലെ ചെയ്യുന്നു. അതിന് സ്പെഷ്യലായിട്ട് മറ്റേ ഇതിന്റെ പോലെ ആവശ്യമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റിഹേഴ്സലോ അല്ലെങ്കിൽ ഇന്ന് ഇവിടെ 100 ആളുടെ മേളാണ്. അയച്ചിട്ട് നമ്മളൊരു ആഴ്ച മുന്നേ റിഹേഴ്സലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. ഏത് പല സ്ഥലത്തുനിന്ന് വന്നിട്ടും പല ദിക്കുന്ന് വന്നിട്ട് ഒരുമിച്ച് നിന്നിട്ട് ചെയ്യാവുന്നൊരു പ്രവൃത്തിയാണ് നമ്മുടെ കല. അപ്പം നിങ്ങൾ ഈ കലയിൽ എന്ത് ആവശ്യമായിട്ട് ഇതെങ്ങനെ വരണം? ഇപ്പോൾ ഒരു നല്ല ചെണ്ട വാദനം എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ടാവണം? ഇപ്പോൾ നല്ലൊരു കലാകാരൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നല്ലൊരു ഗുരുനാഥൻ്റെ അടുത്ത് പഠിക്കുക. അവിടുന്ന് അതൊരു എന്താ പറയുക, ക്യാപ്സ്യൂൾ പരിവമല്ലാണ്ട് നല്ലൊരു ഗുരുനാഥൻ്റെ കൂടെ നടന്നിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ കാലഘട്ടം കുറച്ച് മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ വന്ന് ഇത് കൊണ്ടു നടന്ന ഒരു ഉപാസന പോലെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെയും നമ്മുടെ കലയിനും കണ്ടാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇതാണ് ഒരു നല്ല കലാകാരൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റേ ഗുരുനാഥൻ പിന്നെ കലാമണ്ഡലത്തിൽ ഒരു ഗുരുനാഥൻ, അപ്പോൾ എങ്ങനെ അതിൻ്റെ ഒരു ഡിഫറൻസ്? ഞാൻ ആദ്യം പഠിച്ചത് എൻ്റെ നാട്ടിൽ ചെമ്മന്തട്ട് ശങ്കരൻ നായർ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ തന്നെ. അത് കഴിഞ്ഞു 10ാമത്തെ വയസ്സിൽ അവിടുന്ന് അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ നമ്മൾ 8ാം ക്ലാസ് മുതൽ 12ാമത്തെ വയസ്സ് 8ാം ക്ലാസ് മുതൽ കലാമണ്ഡലത്തിൽ അഡ്മിഷൻ 5 വർഷത്തെ കോഴ്സായിരുന്നു. അവിടെ 6 പേരുണ്ടായിരുന്നു അധ്യാപകർ. കലാമണ്ഡലം ബലരാമാശാൻ, കലാമണ്ഡലം രാജാശാൻ, കലാമണ്ഡലം രാധാകൃഷ്ണാശാൻ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ, കലാമണ്ഡലം വിജയകൃഷ്ണാശാൻ, കലാമണ്ഡലം നാരായണം നമ്പൂതിരി മൂസ്. അങ്ങനെ 6 ആശാന്മാരായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഓരോ ഇയറിലും ഓരോ ആശാന്മാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവിടെ കഥകളിക്കൂട്ടിനാണ് എൻ്റെ കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ് ഇതിൽ നിന്നും. അത് കഴിഞ്ഞ് ഞാൻ ഉപരിപഠനത്തിന് ഹയർ സ്റ്റഡീസിനായിട്ട് ഉപരിപഠനം എന്നുള്ള നിലയ്ക്ക് ഇരിങ്ങപ്പുറം ബാബു എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. പിന്നെ കല്ലൂരാശാൻ്റെ കൂടെ കുറച്ചു കാലം തായമ്പേക്ക് താളം പിടിക്കാനും അദ്ദേഹത്തിൻ്റെ ആശാൻ്റെ മേളത്തിനും പിന്നെ ആശാൻ്റെ മകൻ ഉണ്ണിഷേട്ടൻ്റെ കൂടെയൊക്കെ പ്രവർത്തിക്കാൻ കുറച്ച് കാലം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല ഒരു ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഒരു എത്ര കൊല്ലം വേണം സാധാരണ? ഒരു ഏകദേശം ചുരുങ്ങിയത് എങ്ങനെ പോയാലും ഒരു നോർമലി ഡെയിലി ക്ലാസ്സും കാര്യങ്ങളും ഒരു വർഷം, മാക്സിമം 6 മാസമെങ്കിലും കൃത്യമായിട്ടുള്ള അഭ്യാസം ഉണ്ടെങ്കിലാണ് ഇതൊരു ബേസിക് ആവുള്ളൂ. ഒരു വർഷം കൊണ്ടാണ് നല്ലൊരു ഏവറേജ് നല്ലൊരു കുട്ടി വൃത്തിയായിട്ടൊരു അരങ്ങേറ്റത്തായമ്പേക്ക് പാകാവുള്ളൂ. അപ്പോൾ പിന്നെ കൊട്ടി കലാമണ്ഡലത്തിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്ത് കിട്ടുന്നത്? ഇപ്പോൾ കലാമണ്ഡലത്തിൽ നമുക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ട്. മറ്റേ സബ്ജക്റ്റ് എല്ലാം ഉണ്ട്? സബ്ജക്റ്റ് എല്ലാം ഉണ്ട്. ഇത് മാത്രമല്ല? അല്ല, സ്കൂൾ വിദ്യാഭ്യാസം കൂടി ഉണ്ട്. അതിൻ്റെ കൂടെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 8th 9th
10th +1 +2 ഇപ്പൊ ഡിഗ്രി MA ഒക്കെ ആയി, യൂണിവേഴ്സിറ്റി ആയല്ലോ ഇപ്പോൾ. അതെ. അപ്പോൾ ഇതിലിപ്പോൾ ഇതിലെ ലയല്ലേ, താളവും ലയവും ഇത് രണ്ടും ബാലൻസ് ആയിട്ട് പോകണല്ലേ. ഈ താളലയം അത് ഇത്ര ആൾക്കാർ കൂടുമ്പോൾ അത് എങ്ങനെ വരുന്നത്? താളലയം ഒരു അത് ഈ നമ്മുടെ മേളത്തിനത് ഒരു ഭാഗത്ത് നിന്ന് പല രണ്ട് മെയിൻ ലയം എന്ന് പറയുന്നത് നമ്മുടെ കുഴലിലാണ്. കുഴലിലാണ് സംഗീതം നിൽക്കുന്നത്. അതിലോട് കൂടി നമ്മുടെ മേളത്തിൻ്റെ നമ്മൾ അതിനനുസരിച്ച് കൊട്ടും കൂടി ആകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് അത് പ്രാക്ടീസാണ്, പ്രാക്ടീസിൽ വരുന്നത്. ഇത് ചെയ്ത് നമ്മൾ ഒരുപാട് ഗുരുനാഥന്മാരുടെ കൂടെ കൊട്ടി, പ്രഗത്ഭരായിട്ടുള്ള നമ്മളെക്കാൾ സീനിയർമാരായിട്ടുള്ള ആശാന്മാരുടെ കൂടെയൊക്കെ കൊട്ടി കിട്ടുന്ന ഒരു കീഴ്വഴക്കാണ് അങ്ങനെ വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ ഇപ്പോഴത്തെ ബാല്യക്കാർക്ക് ഈ വാദ്യമേളത്തിൽ ആസക്തിൻ്റെ ഇപ്പം മറ്റേ സബ്ജക്റ്റ് കുറേ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ആൾക്കാർ വരുന്നുണ്ട് ഇനി സ്റ്റുഡൻ്റ്. ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് കുട്ടികൾ ഇതിനെ പഠിക്കാൻ താല്പര്യമുണ്ട്, ആസ്വദിക്കാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സ്ത്രീകളും ഒരുപാട് കുട്ടികളും, മറ്റത് ആൺകുട്ടികളും ആണുങ്ങളും മാത്രം ചെയ്തില്ല, ഇപ്പൊ സ്ത്രീകളും ഒരുപാട് ഇതിലേക്ക് കണ്ടമാനം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ ഇന്റർനാഷണൽ ഒരു പെർഫോമൻസിന് പോയിട്ടുണ്ടല്ലോ, എവിടെയുള്ള പോയി? ഞാൻ ആദ്യമായിട്ട് ഞാൻ പോയത് കൊറിയക്കായിരുന്നു കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ. പിന്നെ ദുബായ് പൂരം, അതുപോലെ ദുബായിൽ തന്നെ, പിന്നെ സൗദി, അങ്ങനെ പോയിന്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഇതിനെ സ്വീകരിക്കുന്നത് ഭയങ്കര ആസ്വാദനമാണ് അവർക്ക് അവരാണ് നമ്മളെ നല്ല ആസ്വാദകരവർ. അതുകൊണ്ടാണല്ലോ ഇത്രയും കേരളത്തെ പോലെ തന്നെ അവിടെയും തൃശ്ശൂർ പൂരം സംഘടിപ്പിക്കുകയാണ്. ഇപ്പൊ ദുബായ് പൂരം എന്ന പേരിൽ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഇതാണ് അവിടെയും ദുബായ് പൂരം എന്ന പേരിൽ നടക്കുന്നത്. ഒരു സാമ്പിൾ. അതെ, സാമ്പിൾ തൃശ്ശൂർ പൂരം. കാരണം ഇവിടുന്ന് ആനയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് മാത്രം. പക്ഷെ മറ്റുള്ള റോബോട്ട് ആനകള്, തൃശ്ശൂർ പൂരത്തിന്റെ പ്രമാണിമാര്, എലിഞ്ഞിത്തറ മേളം പോലെ പഞ്ചവാദ്യം, മേളം, അങ്ങനെ എല്ലാം ഇപ്പൊ ദുബായിൽ നടക്കും. ഭയങ്കര കോർഡിനേഷനാണ് ഇപ്പൊ അവിടെ. അപ്പോൾ ഈ അമ്പലത്തിൽ ഈ വാദനം ഉണ്ടല്ലേ, നിങ്ങൾ വാദ്യമേള ഉണ്ടല്ലേ, ഈ അമ്പലത്തിൽ ദൈവത്തിൻ്റെ ഇതിൻ്റെ ബേസിക്കായിട്ട് ആടെ എല്ലാം ദൈവത്തിലാണല്ലോ. ഇത് എന്തേ കണക്ഷൻ എന്ത് ദൈവന് ഈ കലയും എങ്ങനെ അതിന്റെ സ്റ്റാറ്റസ് എങ്ങനെ? ഏത് കലയും ദൈവത്തിൽ നിന്നാണല്ലോ. നടരാജൻ, സരസ്വതി ദേവി, നമ്മുടെ പൂർവികർ പറയുന്ന പോലെ എല്ലാ കലയും ദൈവികമാണ്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിത് അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ഒരു അമ്പലത്തിൽ ദിവസം ചെണ്ടേൻ്റെ ആൾക്കാർ വേണമല്ലോ. അതെ, അതിനായിട്ടൊരു വിഭാഗം ആൾക്കാരുണ്ട്, മാരാമാര്. അവര് അതിന്റെ അമ്പലത്തിലെ പൂജ കൊട്ട്, അത് അവർക്ക് അതിന്റെ ചടങ്ങ് അത് സെപ്പറേറ്റ് ആണ്. അത് മേളം പോലെയല്ല. അതിന് ഓരോ പൂജക്ക് ഇന്ന കൊട്ട് ഇന്ന സമയത്ത്. ഇത് അതും രണ്ടും ഡിഫറെന്റ്. അത് പൂജ കൊട്ട് മാത്രം, അത് ഭഗവാന്റെ അകത്തെ ചടങ്ങ് മാത്രം. ഇത് ആഘോഷത്തിന്റെ മേളം വരുന്നത് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്, മറ്റത് ഭഗവാന്റെ ചടങ്ങിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇത് ഡിഫറൻസ് ഉണ്ടല്ലേ? അതെ. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക്, ഇപ്പോൾ ഇവിടെ വന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്ത് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ അവിടുന്ന് അത്ര ദൂരം നിന്ന് വന്നു, ഇവിടെ ആസ്വാദിക്കുന്ന ആൾക്കാർക്ക് എന്ത് പറയുന്നത്? അല്ല, ഇവര് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ല ആസ്വാദനം. പക്ഷെ അവർക്ക് നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിടത്തോളം ഇത് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ നാട്ടിലേക്ക് ഇത് കുറവാണല്ലോ. അവർക്ക് അത് ആസ്വദിക്കാൻ അതിൻ്റെ ഒരു മുഴുവൻ അവർക്ക് മനസ്സിലാവാത്തോണ്ടാവാം. നല്ല ആസ്വാദകരാണ്. കാസർഗോഡ് വേറെ ഇടയ്ക്ക് വന്നിട്ട്? ഇല്ല, ഞാൻ കാസർഗോഡ് ആദ്യമായിട്ടാണ്. ഇത് ആദ്യമായിട്ട് വരുന്നത്, ഫസ്റ്റ് ടൈം. നിങ്ങളെ കൂട്ടത്തിൻ്റെ എല്ലാ ആൾക്കാരും? ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ. പിന്നെ ഇത് പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് നിങ്ങൾ എന്ത് പറയുന്നുണ്ട്? ഇപ്പോൾ ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് പറയാം. ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടി ആദ്യം ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത് നല്ലൊരു ഗുരുനാഥൻ്റെ അടുത്ത് ആക്കി കൊടുക്കുക. ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ, രക്ഷിതാവിൻ്റെ താല്പര്യമല്ല, കുട്ടിക്ക് താല്പര്യം ഉണ്ടാവണം. അപ്പം അവൻ ആ ഗുരുനാഥൻ്റെ അടുത്ത് ഗുരുനാഥൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വൃത്തിയായിട്ട് സാധകം ചെയ്യുക, മുടങ്ങാണ്ട ക്ലാസ്സിന് പോവുക. പഠിച്ച അതിനോട് താല്പര്യം എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമുക്ക് കലയിലും മാറ്റം വരും. അങ്ങനെയാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഈ കാസർഗോഡ് ആൾക്കാരുണ്ട് അവിടെ? കാസർഗോഡ് അങ്ങനെ അല്ല, കുറവാ. കലാമണ്ഡലത്തിലൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഗുരുവായൂരായതുകൊണ്ട് അവിടെ കുറവാ. കലാമണ്ഡലത്തിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കഥകളിക്കും ചെണ്ടയ്ക്കും ഒക്കെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട്. റൈറ്റ്. അപ്പോൾ ഇന്ന് ഉബ്രങ്ങള വന്ന് നിങ്ങൾ പരിപാടിൻ്റെ ഭാര്യ 50% ആയില്ലേ? അതെ. ഇനി 50%. ഇനി പൂജ, ശ്രീഭൂതബലി കഴിഞ്ഞ ഉത്സവത്തിന്റെ ചടങ്ങ്, പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച ഒരു മേളം. അത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂർ? 2 മണിക്കൂർ.
ഒരു മേളം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ. ഓക്കെ റൈറ്റ്. ഓൾ ദി ಬೆಸ್ಟ್. ಓಕೆ ಥ್ಯಾಂಕ್ ಯು. ನೋಡಿ ಚೆಂಡಮೇಳಕ್ಕೆ ಹೇಗೆ ಪ್ರಿಪೇರ್ ಆಗ್ತಾರೆ ಅಂತ ಹೇಳಿ ನೋಡಿ. ಯಾವ ಥರ 101 ಜನರಿಂದ ಒಂದು ಚೆಂಡಮೇಳ ಕಾರ್ಯಕ್ರಮ ಇದು. ಇಲ್ಲಿ ಚೆಂಡಮೇಳದ ಕಲಾವಿದರು ಯಾವ ಥರ ಪ್ರಿಪೇರ್ ಆಗ್ತಾರೆ ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ಈ ವಿಡಿಯೋದಲ್ಲಿ ನಿಮಗೆ ನೋಡ್ಬೋದು. ನೋಡಿ ಚೆಂಡಮೇಳದ ಕಲಾವಿದರು ಅವರ ಡ್ರೆಸ್ ಕೋಡ್, ಪ್ಯಾಟರ್ನ್ ಡಿಫರೆಂಟ್ ಇದೆ. ಅದನ್ನು ಯಾವ ಥರ ಅವರು ಡ್ರೆಸ್ ಮಾಡ್ತಾರೆ ಅಂತ ಇದರಲ್ಲಿ ಗೊತ್ತಾಗಿದೆ. ನೋಡಿ ಚೆಂಡಮೇಳಕ್ಕಿಂತ ಮೊದಲು ಅವರ ಒಂದು ಸ್ವಲ್ಪ ಒಂದಿಷ್ಟು ತಯಾರಿಗಳನ್ನು ಮಾಡ್ತಾರೆ. ಮುಖಕ್ಕೆ ತಿಲಕ ಇಡುವಂಥದ್ದು ಎಲ್ಲ ಸಿದ್ಧ ಆಗ್ತಾ ಇದ್ದಾರೆ. ನೋಡಿ ನೋಡಿ ಮುಂಡು ಮತ್ತು ವೇಷ್ಟಿ ಅವರ ಡ್ರೆಸ್ ಕೋಡು. ಮುಂಡು ಉಡುವಂಥ ಒಂದು ಕ್ರಮ ಇದೆ ನೋಡಿ. ಮುಂಡು ಉಡುವ ಕ್ರಮವನ್ನು ನೋಡಿ. ಈ ಮುಂಡನೇ ಬೇರೆ ಬೇರೊಂದು ಉಂಟ. ನೋಡಿ ಮುಂಡಿನ ಕಂಬಿ ಎಲ್ಲ ಚಂದ ಬರಬೇಕು ಅವರಿಗೆ. ನೋಡಿ ನೋಡಿ ಮುಂಡು ಮತ್ತು ಶಲ್ಯವನ್ನು ಅದನ್ನು ಮಡಿಸುವಂಥ ಒಂದು ಕ್ರಮ ಇದೆ, ಇಟ್ಟುಕೊಳ್ಳುವಂಥ ಒಂದು ಕ್ರಮ ಇದೆ ಅವ್ರದ್ದು. ನೋಡಿ ವೇಸ್ಟಿಯ ಮೇಲೆ ವೇಸ್ಟಿನ ಮೂಳ್ಯದ ಇಡನಲ್ಲ ಅದೇ ಮೂಲ. ನೋಡಿ ವೇಸ್ಟಿಯ ಮೇಲೆ ಆ ಶಲ್ಯವನ್ನು ಸಾಲನ್ನು ಸುತ್ತಿಕೊಳ್ಳುವ ಒಂದು ಕ್ರಮ ಇದೆ. ಅದು ಎಲ್ಲರೂ ಯೂನಿಫಾರ್ಮ್, ಎಲ್ಲರೂ ಅದೇ പോലെ ಅಲ್ಲ, ಅದು ಕಲರ್ ವ್ಯತ್ಯಾಸ ಇರ್ಬೋದು ಅಂತ, ಬಟ್ ಒಂದು ಯೂನಿಫಾರ್ಮ್ ಆಗಿ ಅವರು ಅದೇ ರೀತಿ യൂണിഫോം ഒരേപോലെ ഒരേ കളർ വേറെ ഉണ്ടാവും, പക്ഷേ ഒരേപോലെ അല്ലേ.